ഇന്നലെ തൊട്ട് ഏറ്റവും കൂടുതൽ സംസാരമായിരിക്കുന്ന ഒരു കാര്യമാണ് പിണറായി വിജയൻ്റെ വീട്ടിലുണ്ട് ഇ ഡി റെയ്ഡ് വന്നത്. ആ സമയത്ത് അവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആൾക്കാർ കണ്ടിട്ടുള്ളതായിരിക്കും. അതിനിപ്പോൾ പ്രതികരിച്ചുകൊണ്ടെങ്കിൽ രാഹുൽ രംഗത്ത് വന്നിരിക്കുമായിരുന്നു. ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്തുമായിരുന്നു. ഇപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ അവിടെ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് തിരിച്ചു പോകുമ്പോഴാണ് ഇതേ കണക്കത്തുള്ള ആക്രമണമൊക്കെ കാണിക്കുന്നത്. ഇപ്പോൾ അവർ തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതേ കണക്കത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ അവർ വന്ന വണ്ടി ഇതേ കണക്ക് തകർക്കേണ്ട ഒരു കാര്യമില്ലെന്നുള്ള രീതിയിലായിരുന്നു രാഹുൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാഹുൽ പറഞ്ഞത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ഒരുപാട് ഇ ഡി റെയ്ഡുകൾ കണ്ടിട്ടുള്ളതാണ്. പലരുടെ വീട്ടിൽ ഇതിനകത്ത് പോയിട്ടുണ്ട്. അപ്പോഴൊന്നും ഇതിനകത്തുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനകത്തുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് സഹകരിക്കുന്നതാണ് ഒരു സിറ്റിസൺ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നമ്മളതിൽ ഒരു തെറ്റുമില്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇത് പറഞ്ഞിട്ടുള്ള കാര്യം ആൾക്കാരുണ്ടെങ്കിൽ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഇപ്പോൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ, അതൊക്കെ വേറൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്കൊരു പ്രശ്നമില്ല, അല്ലെങ്കിൽ നമ്മൾ എല്ലാം ക്ലിയർ ആണ്, ഇതിനകത്തുള്ള കാര്യങ്ങളിൽ ഒത്തുതീരിക്കുന്നതിനൊന്നും അല്ലെങ്കിൽ അവരോട് സഹകരിക്കുന്നതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. അതിന് പകരം ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഭയങ്കര മോശമുള്ള രീതിയാണ്. അതുകൊണ്ടെങ്കിൽ നമ്മൾ ഭരണഘടനയോട് തന്നെയുള്ള ഒരു പ്രശ്നം കൂടിയായിരിക്കും. ഇപ്പോൾ ഇതിനൊക്കെ ഇവർ പറഞ്ഞത് പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ ഒന്നിച്ച് ചേർന്ന് ഒറ്റ ദിവസം കൊണ്ടാണ് ഇത് നടന്നത്. അത് തലേന്ന് തന്നെ ആരോ ഇൻഫർമേഷൻ കൊടുത്തിട്ടാണ് വിവരം അറിഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും ശരി, ഇപ്പോൾ അവിടെ നിന്ന് എന്തോ കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല മെയിൻ കാരണം. അവർക്ക് എന്തായിരുന്നാലും ശരി, ഇപ്പോൾ ഈ പാർട്ടിയല്ല ഏത് പാർട്ടി ആയിരുന്നാലും ഇതേ കണക്കത്തുള്ള റെയ്ഡ് വരുമ്പോൾ അത് സഹകരിക്കണം. അതൊക്കെ വേറെ കാര്യമാണ്. ബാക്കിയുള്ള എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് പ്ലാൻ ആണോ അല്ലയോ എന്നുള്ള രീതിയിൽ ആദ്യമേ സഹകരിക്കുക. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അത് വിട്ടിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ വരുന്ന ആൾക്കാരെ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ഉപദ്രവിക്കാൻ പോകുക. അത് അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ഇവരെ പോലത്തുള്ള ആൾക്കാരെ ഭയങ്കര ഹീറോ ആയിട്ടൊക്കെ പറയുന്നതായിരിക്കും. അത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ താമസിക്കുന്ന രാജ്യത്തുണ്ടെങ്കിൽ അതിൻ്റെ ഓരോരോ രീതികളുണ്ട്, അതിനനുസരിച്ച് തന്നെ നിൽക്കുക. അതല്ലാതെ അതിനെ എന്തും എതിർക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യുക, ഞങ്ങളുടെ തലവനെ തൊട്ട് അങ്ങനെ എങ്ങനെയാണെന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യം അല്ല.